നമസ്കാരം. എൻ്റെ പേര് ഡോക്ടർ ഡോണി സക്കറിയ. ഞാൻ എറണാകുളത്ത് ലൂർദ് ഹോസ്പിറ്റലിലെ കൺസൾട്ടൻറ്റ് ഗ്യാസ്ട്രോഎൻട്രോളജിസ്റ്റാണ്. ഞാൻ ഇന്ന് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് നോൺ ആൽക്കഹോളിക് ഫാറ്റി ലിവർ ഡിസീസിനെ കുറിച്ചാണ്. അപ്പം നമ്മുടെ ആൾക്കാരിൽ സാധാരണയായിട്ട് കാണുന്ന ഒരു അസുഖമാണ് നമ്മൾ ലിവറിൽ കൊഴുപ്പ് കൂടുതലായിട്ട് അടിഞ്ഞിട്ട് ഫാറ്റി ലിവർ എന്ന് പറഞ്ഞൊരു അവസ്ഥ വരുന്നത്. ഇതിൻ്റെ പ്രധാന കാരണം ആൾക്കാരിലുള്ള ശരീരത്തിലുള്ള അമിതമായുള്ള കൊഴുപ്പാണ്. ഇപ്പം നമ്മുടെ സാധാരണ പിള്ളേർ, നമ്മൾ കാണുന്ന നല്ല ശതമാനം പിള്ളേർ ഓവർ വെയ്റ്റ് ആണ്. ഈ അവസ്ഥ തുടർച്ചയായിട്ട് ഇങ്ങനെ പോയാൽ നമ്മുടെ കേരളത്തിലോ നമ്മുടെ നാട്ടിൽ 60 മുതൽ 70% ആൾക്കാർ പിള്ളേർ ഓവർ വെയ്റ്റ് ആകാം. അത് പ്രോഗ്രസ് ചെയ്ത് ഭാവിയിൽ അവർക്ക് ഈ ഫാറ്റി ലിവർ ഡിസീസ് അത് പ്രോഗ്രസ് ചെയ്ത് സിറോസിസ് വരെ പോവാം. ഇതേ അസുഖം ഡയബറ്റിസ്, ഹൈപ്പർ ടെൻഷൻ, പ്രഷർ ഇതിനൊക്കെ ഒരു കാരണമാകാം. അപ്പം നമ്മൾ ഈ ഫാറ്റി ലിവർ ഡിസീസ് ഒരു 90% ആൾക്കാർ ലിവർ നമ്മൾ സ്കാൻ നോക്കുമ്പോഴോ ബ്ലഡ് നോക്കുമ്പോൾ ചെറിയ വ്യത്യാസങ്ങൾ കാണാറുണ്ട് ലിവറിൽ ഫാറ്റ് കൂടുതലായിട്ടുള്ള. ഇത് നമ്മൾ ഈ ആൾക്കാർ ആ സമയത്ത് ആ ഒരു അവസ്ഥയിൽ ശ്രദ്ധിച്ചില്ലെങ്കിൽ പ്രായം കൂടുന്നതനുസരിച്ച് ഇത് കൂടുതൽ നമ്മൾ നാഷ് എന്ന് പറയും, നോൺ ആൽക്കഹോളിക് സ്റ്റീയറ്റോ ഹെപ്പറ്റൈറ്റിസ്, ലിവറിൽ ഇൻഫ്ലമേഷനിലോട്ട് അത് പ്രോഗ്രസ് ചെയ്യാം. ആ ഇൻഫ്ലമേഷൻ കൂടുതലായിട്ട് പ്രോഗ്രസ് ചെയ്ത് സിറോസിസിലോട്ടും ലിവർ ക്യാൻസറിലോട്ടും നമുക്ക് വരാം. നമ്മളിപ്പം സാധാരണ നമ്മൾ കാണുന്ന സ്ത്രീകളിൽ ഒരു 50 മുതൽ 60 വയസ്സ് വരെ പ്രായമുള്ള സ്ത്രീകളിൽ സിറോസിസ് നേരത്തെ ഒക്കെ കണ്ടിരിക്കുന്നതിനേക്കാൾ ഒത്തിരി കൂടുതലായിട്ട് കാണും. പണ്ടൊക്കെ നമ്മൾ മദ്യം കൊണ്ട് വരുന്ന ഒരു അസുഖമാണെന്ന് പറഞ്ഞുകൊണ്ടിരുന്നത് ഇപ്പം അമിതവണ്ണം കൊണ്ട് തന്നെ ഷുഗർ, ഡയബറ്റിസ് ഉള്ളവരിലൊക്കെ ഇതിപ്പോൾ കാണുന്നു. ഇതിൻ്റെ പ്രധാന കാരണം നമ്മുടെ ജീവിത ശൈലിയാണ്. നമ്മൾ ചെറിയ പ്രായത്തിൽ തന്നെ പിള്ളേരിലുള്ള നല്ല ഹാബിറ്റ്സ്, നല്ല ശീലങ്ങൾ അവരെ പഠിപ്പിക്കണം. ഇതിൽ ഭക്ഷണ രീതി, എക്സസൈസ്, അവരുടെ വ്യായാമം, ഇത് ഇപ്പം തന്നെ നമുക്ക് സ്കൂളുകളിൽ ഇപ്പം തന്നെ അവർ സ്ട്രെസ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. PT പീരിയഡ്സ് ഒക്കെ കൂടുതൽ റെഗുലർ ആക്കുന്ന റീസൺ ഇത് ഉദ്ദേശിച്ചാണ്. ചൈൽഡ്ഹുഡ് ഒബീസിറ്റി, പിള്ളേരിലുള്ള അമിതവണ്ണം കുറയ്ക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ഇതുകൊണ്ട് ഒത്തിരി അധികം നേട്ടങ്ങൾ ഉള്ളത്, ഈ പിള്ളേർ ഭാവിയിൽ നമ്മുടെ ജോലിയൊക്കെ ചെയ്യുന്ന ഒരു പ്രായം വരുമ്പം ഇതുപോലെ ലിവർ ഡിസീസ്, പ്രഷർ, ഷുഗറൊക്കെ വരാതിരിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പം നമ്മൾ ചെറിയ പ്രായത്തിൽ തന്നെ പിള്ളേരിൽ അവരുടെ ഭക്ഷണരീതി മെയിനായിട്ട് സൂക്ഷിക്കുന്നത് അവർ ഷുഗേഴ്സ്, മധുരം കുറയ്ക്കണം, അല്ലെ സിമ്പിൾ ഷുഗേഴ്സ് കുറയ്ക്കണം, മൈദ, അത് അങ്ങനത്തെ റിഫൈൻഡ് ഇത് കാർബോഹൈഡ്രേറ്റ്സ്, ഇപ്പം പറയുന്ന ഈവൻ അരി, നമ്മുടെ റിഫൈൻഡ് അരി, അതൊക്കെ അളവ് ചെറിയ പ്രായത്തിൽ തന്നെ കുറച്ച് തന്നെ പഠിപ്പിക്കണം. കൂടുതലായിട്ട് വെജിറ്റബിൾസ്, ഫൈബർ, അതൊക്കെ കൂടുതൽ ഡയറ്റിൽ വരണം. പിന്നെ പ്രധാനമായിട്ട് ഇപ്പം പിള്ളേരിൽ കാണുന്ന കാർബണേറ്റഡ് ഡ്രിങ്ക്സ്, ഇപ്പം ഒത്തിരി കോമൺ ആയിട്ടാണ് പിള്ളേർ ചെറിയ പ്രായത്തിൽ എല്ലാവരും, എസ്പെഷ്യലി ഇപ്പം നമ്മൾ കാണുന്ന IT പ്രൊഫഷണൽ, അവർ പച്ചവെള്ളം കഴിക്കുന്നതിനേക്കാളും കൂടുതലായിട്ട് ഇതുപോലെ വെള്ളമാണ്, പാനീയങ്ങളാണ് കഴിക്കുക. ഈ പാനീയങ്ങളിനകത്ത് ഷുഗർ ഒത്തിരി ഉണ്ട്, empty കാലറീസ്, ന്യൂട്രിയൻസ് ഇല്ലാത്ത വെറും കാലറീസ് ആണ് ഇതുള്ളത്. ഇതെല്ലാം ഫാറ്റി ലിവർ ഡിസീസിലോട്ട്, ഈവൻ ഫ്രൂട്ട് ജ്യൂസസ് ഒത്തിരി കഴിച്ചാൽ ഫ്രക്ടോസ് ഒക്കെ ഫാറ്റി ലിവർ ഡിസീസ് വരാനുള്ള സാധ്യതകൾ കൂട്ടുന്നു. അപ്പം ഇത് നമ്മൾ ചെറിയ പ്രായത്തിൽ തന്നെ പിള്ളേരിൽ ഇത് അവോയ്ഡ് ചെയ്യാനും ഈ ഒരു ഹാബിറ്റായിട്ട് ഇത് വരാതെ നമ്മൾ നോക്കണം. സെക്കൻഡ്, അഗെയിൻ നമ്മൾ ഈ ഫാസ്റ്റ് ഫുഡ്, അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ആ ഒരു ടെൻഡൻസി ഫാസ്റ്റ് ഫുഡ് ഡയറ്റിലോട്ട് കൂടുതൽ പോകുന്നത്, അതൊക്കെ അവോയ്ഡ് ചെയ്യണം. പിന്നെ മെയിൻ അവരുടെ ലൈഫ് സ്റ്റൈൽ, സെഡൻറ്ററി ലൈഫ് സ്റ്റൈൽ, അധികം വ്യായാമം ഇല്ലാതെ ഒരു ജീവിത ശൈലിയിലോട്ട് പിള്ളേരിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നു. അത് നമ്മൾ പ്രിവെൻറ്റ് ചെയ്യണം. അവരെ കൊണ്ട് ചെറിയ പ്രായത്തിൽ തന്നെ കളിക്കാൻ പ്രോത്സാഹിപ്പിക്കണം. അങ്ങനെ എന്നാലേ അവർ ഭാവിയിൽ അവരുടെ വെയിറ്റ് കുറഞ്ഞു നിൽക്കുകയും ഭാവിയിൽ അവർക്ക് അസുഖങ്ങൾ വരാതിരിക്കുകയും അവരുടെ ലൈഫ് സ്പാൻ കൂടുകയും അവർ കൂടുതൽ ആക്റ്റീവായിട്ട് നമ്മുടെ എക്കോണമിയിലോട്ട് അവർക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം ഈ ഡിസീസ് നമുക്ക് ചെറിയ പ്രായത്തിൽ തന്നെ പിള്ളേരിൽ ലൈഫ് സ്റ്റൈൽ ചെയ്യാൻ നമുക്ക് എല്ലാവർക്കും അതൊരു മിഷനായിട്ട് എടുത്ത് അത് കൂടുതലായിട്ട് പ്രോത്സാഹിപ്പിക്കണം. അപ്പോൾ ഈ അസുഖത്തിൻ്റെ ലക്ഷണങ്ങൾ എല്ലാവരും ചോദിച്ചു. ഇതിനകത്ത് പ്രധാനമായിട്ട് പ്രശ്നമുള്ള നമ്മളിത് പ്രിവെൻറ്റ് ചെയ്യുക, അത് വരാതിരിക്കുക നോക്കുന്നത്. കാര്യം നമ്മുടെ ലിവറിന് നല്ലൊരു റിസർവ് ഉണ്ട്. 50 മുതൽ 60% ലിവർ
പോയാലും നമുക്ക് രോഗികൾക്ക് ചിലപ്പോൾ ലക്ഷണങ്ങളൊന്നും കാണത്തില്ല. നമ്മൾ സ്ക്രീനിങ് ടെസ്റ്റുകൾ, റുട്ടീൻ ബ്ലഡ് ടെസ്റ്റ് ഒക്കെ നോക്കുമ്പോൾ മാത്രമേ ചിലപ്പോൾ ഇതിൻ്റെ ലക്ഷണങ്ങൾ കാണത്തുള്ളൂ. ഒരു സ്കാൻ നോക്കുമോ ബ്ലഡ് ടെസ്റ്റുകൾ നോക്കുമ്പോഴേ ചിലപ്പോൾ അറിയത്തുള്ളൂ. അതുകൊണ്ട് നമുക്കിത് വരാതിരിക്കാനാണ് നോക്കേണ്ടത്. നമ്മളൊരു സിംറ്റം വരുന്നൊരു സ്റ്റേജ് ആയിക്കഴിഞ്ഞാൽ, എസ്പെഷ്യലി സിറോസിസ് ആയി ഒരു മഞ്ഞപ്പിത്തം ആവുമോ, അല്ലെങ്കിൽ വയറ്റിൽ മഹോദരം പോലെ വയറ്റിൽ നീര് വരുമോ, കാലിൽ നീര് വരുമോ, അല്ലെങ്കിൽ രക്തം ഛർദ്ദിക്കുകയോ, അല്ലെങ്കിൽ കരളിൽ ക്യാൻസർ ഒക്കെ വരുന്ന ഒരു സ്റ്റേജ് ആയിക്കഴിഞ്ഞാൽ ഒത്തിരി വൈകും. അപ്പോൾ ഈ അസുഖം വന്നു കഴിഞ്ഞിട്ട്, അല്ലെങ്കിൽ ഇതിൻ്റെ ലക്ഷണം വന്നിട്ട് നമുക്കതൊരു ചികിത്സിക്കാമെന്ന് വെച്ചാൽ അത് ഒത്തിരി ലേറ്റ് സ്റ്റേജ് ആവും, ആ ഒരു സ്റ്റേജ് ആകുമ്പോൾ. അതുകൊണ്ടാണ് ഇത് പ്രിവെൻറ്റ് ചെയ്യുന്നത് ഒത്തിരി ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഒന്ന് സിറോസിസ് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ പിന്നെ ഒരു ഡെഫിനറ്റ് ട്രീറ്റ്മെൻറ്റ് ലിവർ ട്രാൻസ്പ്ലാന്റ് മാത്രമേ ഉള്ളൂ, ലിവർ മാറ്റി വെക്കലേ ഉള്ളൂ. അപ്പോൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഈ ഒരു സ്റ്റേജ് എത്താതെ നോക്കണം. അതിന് നേരത്തെ തന്നെ ഐഡിയലി ഒരു റെഗുലർലി നമ്മൾ ബ്ലഡ് ചെക്കപ്പ് നോക്കുക, ഒരു 2-3 വർഷത്തിലെങ്കിലും ഒരു ലിവർ ഫങ്ഷൻ ടെസ്റ്റ് നോക്കുക. ഒരു വണ്ണം കൂടുതലുള്ള ആളാണെങ്കിൽ ഒരു 2-3 വർഷത്തിൽ ഒരു സ്കാൻ നോക്കുക. അതിലെന്തെങ്കിലും വ്യത്യാസങ്ങൾ കാണുന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ റെഗുലറായിട്ട് അവരെ ഫോളോ അപ്പ് നോക്കുക. എന്നിട്ട് നമുക്ക് എങ്ങനെയും ഇത് പ്രൊഗ്രഷൻ നിർത്തണം. അത് സിറോസിലോട്ടോ ലിവർ ക്യാൻസറിലോട്ടോ പോകാതെ ഇരിക്കാൻ മാക്സിമം നമുക്ക് ശ്രമിക്കാൻ പറ്റും, നേരത്തെ ഇതിങ്ങനെ ഡിഫക്റ്റ് ഉള്ള ആളാണെങ്കിൽ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ. ഈ സബ്ജക്റ്റിനെ കുറിച്ച് കൂടുതലായിട്ട് സംശയങ്ങളോ ചോദ്യങ്ങളോ വല്ലതും ഉണ്ടെങ്കിൽ താഴെ കാണുന്ന കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക.